ആദ്യ വിജയം എന്നുള്ളത് മൊത്തം മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവം. ക്രിക്കറ്റർക്ക് മലയാളി അങ്ങനെ തമിഴ്നാട് അങ്ങനെ ഒന്നുമില്ല, എന്നാലും ഒരു സ്വകാര്യ അഹങ്കാരം ഏതൊരു നല്ല കളിയും. കഴിഞ്ഞ പ്രാവശ്യം അത്രയും ശ്രമിച്ചിട്ടും അല്ലേ അവസാനം വീണുപോയതാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് ജയിച്ചു എന്നുള്ളത് നല്ല കാര്യം. ഏതായാലും നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് 3 തരത്തിലാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് കേസുകളെ അല്ലെങ്കിൽ കോവിഡ് ഭീതിയെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്. 1, പരമാവധി ടെസ്റ്റിംഗ് നടത്തുക. 2, പരമാവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. 3, പരമാവധി വാക്സിൻ എടുക്കുക. ഇത് 3ആണ് നമ്മുടെ സംസ്ഥാനം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് പരമാവധി ടെസ്റ്റ് നടത്തുക എന്നുള്ളത് പരിശ്രമിക്കുന്ന ദിവസമാണ് ഇത്. അത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. ആൻറ്റിജൻ ആണോ RT-PCR ആണോ എന്ന കാര്യത്തിലും ചില ഏതായാലും അതിനൊക്കെ ക്ലാരിറ്റി വരും മണിക്കൂറുകളിൽ വരുന്നു വയ്ക്കാം. 2.5 ലക്ഷം പേരെയാണ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ 70,000 80,000 ഉണ്ടാവാറ്. 2.5 ലക്ഷം വരുമ്പോൾ അതിന്റെ സാധ്യതകൾ എങ്ങനെ, അതൊക്കെയാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ പരിശോധിക്കുന്നത് എന്നുള്ളതും കൂടി അറിയിക്കണമല്ലോ. ആശുപത്രികളിലും മൊബൈൽ പരിശോധനാ സംവിധാനങ്ങളുമായിട്ട് പ്രത്യേക പരിശോധനയുണ്ടാകും. കോവിഡ് നിയന്ത്രണങ്ങളും ഇന്നു മുതൽ കർശനമാകുന്നുണ്ട്. അധിക കോവിഡ് വാക്സിൻ എത്താത്തതിൽ മാസ് വാക്സിനേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇന്നും പല സ്ഥലങ്ങളിലും മുടങ്ങിയേക്കും എന്ന വാർത്തയുമുണ്ട്. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഇന്നും 2 ലക്ഷം കടന്നേക്കും എന്ന ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു റിപ്പോർട്ടുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകളുടെ എണ്ണം കൂടിയിട്ടുമുണ്ട്. ഏതായാലും വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രതിനിധികൾ ചേരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ, കൊച്ചിയിൽ നിന്ന് സിജോ, കോഴിക്കോട് നിന്ന് അശ്വിൻ, ഡൽഹിയിൽ നിന്ന് അഭിലാഷ്, എല്ലാവരും ഉണ്ട്. കാരണം ഇന്നത്തെ ദിവസമല്ല കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഈ ആശങ്കയിൽ തന്നെയാണ്. വരും ഈ 2 ആഴ്ച വളരെ നിർണായകവുമാണ്. അരുൺ, ഇന്നിപ്പോൾ നമ്മൾ 2.5 ലക്ഷത്തോളം പേരെ പരിശോധിക്കുക എന്നുള്ള വലിയ ഉദ്യമമാണ്. ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം അരുൺ തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് പരമാവധി പേരെ പരിശോധിക്കുക, പരമാവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, കൂടെ പരമാവധി വാക്സിനേഷൻ. അതിൽ വാക്സിൻ ക്ഷാമമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. നിയന്ത്രണങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വരും മണിക്കൂറിൽ കാണാം. എന്നാൽ ആദ്യം ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. പരമാവധി ടെസ്റ്റുകൾ നടത്തുക, അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ ആശങ്കകൾ എന്തൊക്കെയാണ്? ഗോപി, 2.5 ലക്ഷം ടെസ്റ്റുകൾ ഈ വരുന്ന 2-3 ദിവസമായി നടത്താനാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് അത്തരം ഒരു ധാരണയുണ്ടത്. കാരണം ഗോപി നേരത്തെ സൂചിപ്പിച്ച പോലെ 2-3 ആഴ്ച വളരെ നിർണായകമാണ്. കോവിഡ് വ്യാപന തോത് സംസ്ഥാനത്ത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിശോധന നടത്തിയാലും കൂടുതൽ രോഗികൾ ഉണ്ടാകും. പക്ഷേ അപ്പോഴും കൃത്യമായ ആളുകളെ കണ്ടെത്തിയാൽ അവർ രോഗം പടർത്താതിരിക്കാൻ ശ്രമിച്ചാൽ കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ കേരളം വളരെ മാതൃകാപരമായി നടപ്പാക്കിയ സമ്പർക്കം കണ്ടെത്തി അവരെ മറ്റുള്ളവരുമായി ഇടപഴകാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സമീപനമുണ്ട്. അതേ രീതി തുടരാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഇന്നത്തെ പരിശോധനകൾ നിർണായകമാണ്. 2.5 ലക്ഷം പേര് ഇപ്പോൾ തന്നെ പലയിടത്തും പരിശോധന നടക്കുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ചില സംഘടനകളുടെ നേതൃത്വത്തിൽ, റിസർച്ച് അസോസിയേഷൻ നേതൃത്വത്തിൽ ഒക്കെ പലയിടങ്ങളിലും പരിശോധനയുണ്ട്. അത് വ്യാപിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ചും പരിശോധന നടത്തുന്ന 45 വയസ്സ് കഴിഞ്ഞ കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവരെയാണ് അവർക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രികൾ, ഇവർക്കൊക്കെ ഇതിന് കോട്ട നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസം എത്ര പേര് ടെസ്റ്റ് ചെയ്യണമെന്നതിന് കോട്ട നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഈ അത്തരത്തിൽ രോഗം വരാൻ സാധ്യതയുള്ളവർ കൂട്ടത്തോടെ പാർക്കുന്ന സ്ഥലങ്ങളിൽ മൊബൈൽ RT-PCR യൂണിറ്റുകൾ അയക്കാനും സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് പല നിയന്ത്രണങ്ങളും നിലവിൽ വരുന്ന ദിവസം കൂടിയാണ്. അതായത് തിയേറ്ററുകളും ബാറുകളും ഉൾപ്പെടെയുള്ളവ 9 മണി വരെ മാത്രമേ പ്രവർത്തിക്കൂ. പാഴ്സൽ സംവിധാനം പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ഹോട്ടലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കൂടി വരുന്ന ദിവസമാണെന്ന്, വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏറ്റവും പ്രശ്നമുള്ളതും ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാക്സിൻ്റെ ക്ഷാമമാണ്. ഇത്തരത്തിൽ പലയിടത്തും മാസ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ പരിശോധനയ്ക്ക് അപ്പുറം വാക്സിൻ നൽകലും നടക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ പതിവ് പോലെ വാക്സിൻ ഇല്ലാത്തൊരു പ്രശ്നം ഇന്നും ഉണ്ടാകാനിടയുണ്ട്. വാക്സിൻ ക്ഷാമം വരുന്ന ദിവസങ്ങളിൽ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കൂടുതൽ വാക്സിൻ ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്ത് എഴുതിയിട്ടുമുണ്ട്. വേണ്ടി വന്നാൽ കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്നു. വൈകിട്ടോടുകൂടി കൂടുതൽ വാക്സിൻ എത്തുമെന്നാണ് കേന്ദ്രം സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെയാണ് കോവിഡ് പരിശോധന, ക്വാറന്റൈൻ, സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, പേഷ്യന്റ് മാനേജ്മെന്റ് എന്നിവ ഇന്നു മുതൽ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പും തീരുമാനമെടുത്തു. തീർച്ചയായും ഒരു കാര്യം കൂടി, ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ ആശുപത്രി സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ. ഇന്നലൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് ആധികാരികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷ്വൽസ് അല്ലെ, ആംബുലൻസുകളൊക്കെ ഹോസ്പിറ്റലിന് മുമ്പിൽ നിൽക്കുന്നതും പല ആംബുലൻസിൽ കിടത്തി ചികിത്സിക്കുന്നതും അതീവ ഗുരുതരമായ സാഹചര്യം. നമ്മുടെ ആ വക സംവിധാനങ്ങൾ എങ്ങനെയാണ് അരുൺ? കൂടുതൽ എന്താ പറയുക ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, ഇനി അഥവാ ഇത് നമ്പർ കൂടിക്കഴിഞ്ഞാൽ അവരെ എന്താ പറയുക ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണോ എന്ന് ആ വക ഒരുക്കങ്ങൾ എങ്ങനെയാണ് അരുൺ?
ഗോപി, കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ തീർത്തും അപരിചിതമായ സാഹചര്യമായിരുന്നു സംസ്ഥാനത്തിനുണ്ടായിരുന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പിലുണ്ടായത്. പക്ഷേ കഴിഞ്ഞ 2-3 മാസം മുമ്പത്തെ കാര്യമെടുത്താൽ, ആ കണക്കുകൾ എടുത്താൽ ഇപ്പോഴത്തെ സമാനമായ അവസ്ഥയിലായിരുന്നു സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം, ഇത്തരമൊരു അടിയന്തര ഘട്ടം നേരിടാൻ എന്തെല്ലാം ചെയ്യണമെന്ന കാര്യത്തിലൊക്കെ സംസ്ഥാനം വളരെ പരിചിതമായി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനും മറ്റു വകുപ്പുകൾക്കും ഉണ്ടായി കഴിഞ്ഞു. ആ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് സെന്ററുകൾ പലയിടത്തും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ രോഗികൾ കുറഞ്ഞപ്പോൾ അടച്ചുപൂട്ടിയിട്ടുമുണ്ട്. അവയൊക്കെ തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണ സജ്ജമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ അവകാശവാദം. ഏതു സാഹചര്യത്തെ നേരിടാൻ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പും മറ്റു ഭരണ സംവിധാനങ്ങളും തയ്യാറാണെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇപ്പോഴത്തെ മാസ് പരിശോധനയുടെ 2 ലക്ഷം പേരുടെ പരിശോധനയുടെയൊക്കെ കണക്ക് വരുമ്പോൾ ഒരുപക്ഷെ വലിയ രീതിയിൽ രോഗവർദ്ധനയുണ്ടാകാം. ആ സമയത്ത് കൂടുതൽ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആരംഭിക്കാനും അവ തുറന്ന് പ്രവർത്തിക്കാനുമാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വരുന്ന 2-3 ആഴ്ച അതിനിർണായകമാണ് സംസ്ഥാനത്തിന്. അതിൽ തന്നെ ഈ മാസ് പരിശോധന നടക്കുന്ന ദിവസങ്ങളിലെ രോഗികളുടെ എണ്ണം എത്രത്തോളം വർദ്ധിക്കുന്നു എന്ന കാര്യവും വളരെ നിർണായകമായി. തീർച്ചയായും ഇപ്പോൾ അരുൺ പറഞ്ഞ പോയിന്റ് ഏതായാലും പ്രേക്ഷകർക്ക് ഒരു ആശ്വാസമായിരിക്കും. കാരണം സജ്ജമാണെന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപാട് രോഗികളുടെ എണ്ണം അഥവാ കൂടിയാലും ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളൊക്കെ കാണുന്ന ദൃശ്യങ്ങൾ പോലെ നമുക്ക് ഉണ്ടാവേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രമാത്രം നമ്മൾ സജ്ജമാണ് എന്നും കൂടി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. അപ്പം മറ്റേ പ്രതീക്ഷ നമ്മുടെ വാക്സിൻ ഇന്ന് വൈകുന്നേരത്തോടെ എത്തും, അധിക വാക്സിൻ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി വെച്ചുകൊണ്ട് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് സിജോ വിജോണാണ് ചേരുന്നത്. സിജോ, കൊച്ചിയിൽ ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച, പോലീസ് നേരിട്ടിറങ്ങി പരിശോധിക്കുന്നു, കടകളിൽ എത്തുന്നു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലീസ് ഇപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നു, 45 വയസ്സിന് മുകളിലുള്ളവർ വാക്സിൻ എടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ആ രീതിയിലേക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ കൊച്ചി ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ഒപ്പം ഇന്നത്തെ പരിശോധന കൊച്ചിയിൽ ഏത് രീതിയിലാണ് നടക്കുന്നത്? വാക്സിന്റെ കാര്യം കൂടി അല്ലേ? അതെ, വാക്സിൻ. അശ്വതി, സംസ്ഥാനത്ത് തന്നെ ദിവസവും ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളായി 1000-ലധികം കേസുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതയും അതോടൊപ്പം തന്നെ പരിശോധന തന്നെയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സ്വീകരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോവിഡ് കേസുകളുടെ എണ്ണം, അതിൻ്റെ പരിശോധന തന്നെയാണ്. അതിന് 3 വിഭാഗങ്ങളായി തിരിച്ചാണ് ഇത് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകളുമായി അടുത്ത് ഇടപഴകാൻ സാധ്യത, കഴിഞ്ഞ ദിവസം അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളുകൾ, അവരെ കണ്ടെത്തി അവരിൽ പരിശോധന നടത്തുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കൊക്കെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളിലാണ് കൂടുതലായും പരിശോധന നടത്തുക. രണ്ടാമതായി 45 വയസ്സ് മുകളിലുള്ള ആളുകളും എന്നാൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്ത ആളുകളും, ഇത്തരം ആളുകളും. മൂന്നാമതായി കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലോ ക്ലസ്റ്റർ പ്രദേശങ്ങളിലോ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലുള്ള ആളുകളും ഈ പരിശോധന നടത്തണമെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 10 മൊബൈൽ യൂണിറ്റുകൾ ഉൾപ്പെടെയാണ് ഇന്ന് ഈ മാസ് ക്യാമ്പയിൻ്റെ ഭാഗമായി പുതിയതായി ഈ പരിശോധനയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന, ഈ പൊതുവിടങ്ങളിലൊക്കെ പരിശോധന ശക്തമാക്കുകയും ചെയ്തിരുന്നു. നിരവധി മാളുകൾ അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള ഒരു നഗരം കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ പോലീസിന് വിവിധ സ്ഥലങ്ങളിലായി സ്ക്വാഡുകളായി വിന്യസിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള പരിശോധന നടത്തുന്നത്. എന്തായാലും കൂടുതൽ ഫോഴ്സിനെ ഇന്ന് അതിനായി വിന്യസിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷനെ സംബന്ധിച്ച് വലിയ ആശങ്കയില്ല എന്ന് പറയേണ്ടി വരും. കാരണം 2 ദിവസത്തേക്ക്, വരുന്ന 2 ദിവസത്തേക്ക് ഇന്ന് നാളെയുമായി ആവശ്യത്തിനുള്ള വാക്സിൻ ഉണ്ടെന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കൊച്ചിയിലെ സാഹചര്യം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. വരുന്ന 2 ആഴ്ച ഏറെ നിർണായകവുമാണ്. കോഴിക്കോടേക്ക് വരാം. കൊച്ചിയെ പോലെ തന്നെയാണ് കോഴിക്കോടും കണക്കുകളുടെ കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരിടം. ഏതായാലും കോഴിക്കോട്ട് ഇന്ന് എങ്ങനെയാണ് അശ്വിൻ, എന്താ പറയുക, പരിശോധന, മാസ് പരിശോധനയാണല്ലോ. 2-3 ദിവസം കൊണ്ട് 2.5 ലക്ഷം വരെ പരിശോധിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്ര ഒരു പരിശോധന നടക്കുമ്പോൾ ഇനി എണ്ണം കൂടാനും സാധ്യതയുണ്ട്, രോഗികളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. അശ്വിൻ, ഇന്നത്തെ പരിശോധനാ രീതി എങ്ങനെയാണ്? വാക്സിനേഷൻ നിലവിൽ അവൈലബിലിറ്റി എങ്ങനെയാണ്? നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? ഗോപി, ഇന്നും നാളെയും കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ 40,000 പേരെ പരിശോധിക്കാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിശോധനകൾ 10,000 വരെയായിരുന്നു. ഏതാണ്ട് ശരാശരി 10,000 പരിശോധനകൾ ജില്ലയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത് നേരെ ഇരട്ടിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 2 ദിവസങ്ങളിലും 20,000 വീതം പരിശോധനകൾ നടക്കും. ഇതിനായി പ്രത്യേക സെന്ററുകൾ, നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നതിൽ കൂടുതൽ സെന്ററുകൾ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരപരിധിയിലും അതേപോലെ തന്നെ ഗ്രാമപരിധിയിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സെന്ററുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ കൂടുതലായി നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്
ഏറ്റവും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നവർ, അതേപോലെ തന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ, ഇങ്ങനെ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങി പ്രവർത്തിച്ചിരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ പ്രഥമ പരിഗണന കൊടുത്ത് പരിശോധന നടത്തുന്നത്. മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഈ പരിശോധന നടത്തുന്നതോടൊപ്പം തന്നെ വാക്സിനേഷൻ ക്യാമ്പയിനും അതേപോലെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ മെഗാ വാക്സിനേഷൻ ക്യാമ്പിന് പിന്നാലെ നേരത്തെ വാക്സിനേഷൻ കൊടുത്തിരുന്നത് പോലെ തന്നെ വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് 2 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് കൂടി, വാക്സിൻ സ്റ്റോക്ക് കൂടി ഉണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആശങ്കയില്ല. അതിനിടയ്ക്ക് ഈ 2 ദിവസത്തിനിടയ്ക്ക് പുതിയ വാക്സിൻ ഡോസുകൾ എത്തുമെന്നും ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ടെസ്റ്റുകൾ പരമാവധി കൂട്ടുന്ന സമയത്ത് കേസുകൾ കൂടാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നുണ്ട്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് സംസ്ഥാന ശരാശരിയേക്കാൾ കൂടി നിൽക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. ഇന്നലെ അത് 16.81 ആയിരുന്നു. അതിന് മുൻപിലത്തെ ദിവസം 18% എത്തിയിരുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപ് വരെ 4% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണ് ഇത്തരത്തിൽ ഒരു വലിയ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അതുകൊണ്ട് FLTCകൾ, നേരത്തെ അടച്ചുപൂട്ടിയിരുന്ന FLTCകൾ കൂടുതലായിട്ട് തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ രോഗലക്ഷണങ്ങൾ അധികം കാണിക്കാത്തവർ ഇപ്പോൾ വീടുകളിൽ തന്നെയാണ് കഴിയുന്നത്. ഈ വീട്ടിൽ കഴിയാൻ സൗകര്യമില്ലാത്തവർക്ക് FLTCകളിൽ പ്രവേശനം നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ FLTCകൾ, ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു FLTC എന്നുള്ള നിലക്കെങ്കിലും തുടക്കഘട്ടത്തിൽ ഉണ്ടാവും. അതിനുശേഷം കൂടുതൽ FLTCകൾ ആവശ്യമെങ്കിൽ തുറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ നമ്പർ കൂടാനുള്ള ഒരു സാധ്യതയായിട്ട് ഇവർ പറയുന്നത് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ മികച്ച രൂപത്തിൽ നടക്കുന്നു. അതായത് ഈ പോസിറ്റീവായ ആളുകളുടെ കോണ്ടാക്ട്സ് മുഴുവൻ ടെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടുന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിശദീകരണം. അത് എന്തു തന്നെയായാലും ഈ കൂടിയ നമ്പർ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ, ഈ ആശുപത്രികളിൽ കൂടുതൽ ബെഡുകൾ, അതേപോലെ വെന്റിലേറ്ററുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നു. FLTCകൾക്കൊപ്പം മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ വെന്റിലേറ്റർ ഉറപ്പാക്കുന്ന അത്തരം കാര്യങ്ങൾ കൂടെ ഇതിനൊപ്പം നടക്കുന്നുണ്ട്. ഈ ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഈ ആശുപത്രികളിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇതിനൊപ്പം നിയന്ത്രണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ഈ കടകൾ 9 മണിക്ക് തന്നെ അടക്കണം എന്നുള്ള നിലയിലേക്ക് തീരുമാനം വന്നിരുന്നു. അത് പരിശോധിക്കാൻ വേണ്ടി വിവിധ സ്ക്വാഡുകൾ രാത്രിയിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. വ്യാപാര കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ക്വാഡുകളുടെ സാന്നിധ്യമുണ്ട്. മിഠായി തെരുവും അതേപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളും ഒക്കെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. പാളയം മാർക്കറ്റ് ഉൾപ്പെടെ പരിശോധനകൾ നടക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ലോറികളിൽ അത്തരം ലോറികൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പുറമേ നിന്ന് എത്തുന്ന വാഹനങ്ങൾ ഇവയെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. സാമൂഹിക അകലം ഉറപ്പാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിനിടെ വ്യാപാരികളും ചില പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പരിശോധനകൾ നോമ്പുകാലമൊക്കെയാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കഴിഞ്ഞ തവണത്തെ ഒരു ആഘോഷ സീസൺ മുഴുവനായും പോയതാണ്. ഇത്തവണ ഈ നേരത്തെ കടകൾ അടക്കണമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള നിലയ്ക്ക് വ്യാപാരികൾ ഇപ്പോൾ തന്നെ ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഗോപി, അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ പറഞ്ഞ മാതിരി പരിശോധന എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനം. പിന്നെ നിയന്ത്രണങ്ങളും. ഇനി നമുക്ക് ഡൽഹിയിലേക്ക് പോയാൽ അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഇന്നലെയായിരുന്നു നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തിയ കണക്ക് പുറത്തു വന്നത്, 2 ലക്ഷത്തിന് മുകളിൽ. സ്വാഭാവികമായിട്ടും അഭിലാഷ്, ഇന്നലെ ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്ക് വന്നിട്ടുണ്ടാവും. അത് ക്രോഡീകരിച്ചാണ് ഇന്ന് രാവിലെ വരുന്നത്. അതുകൊണ്ട് അഭിലാഷിന് ഏകദേശം പറയാൻ കഴിയുമായിരിക്കും ഇന്ന് എത്രയായിരിക്കും കണക്ക് എന്നുള്ളത്. ആദ്യം അതൊന്ന് തുടങ്ങാൻ തോന്നുന്നു അഭിലാഷ്. ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രി പുറത്തു വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോഴും ഇന്ന് 2 ലക്ഷത്തിന് മുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം പല സംസ്ഥാനങ്ങളിലും വലിയ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ ഏതാണ്ട് ശരാശരി 60,000 എങ്കിലും കഴിഞ്ഞ ദിവസം നേരിയ കുറവുണ്ടായിരുന്നു, 58,000. അത് വീണ്ടും 61,695 ഉയർന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ രോഗികളുടെ എണ്ണം 20,000 നിന്ന് 22,439 ഉയർന്നിരിക്കുന്നു. ഡൽഹിയിൽ നേരിയ കുറവാണുള്ളത്, പക്ഷെ അപ്പോഴും 16,699 രോഗികളുണ്ട്. ഛത്തീസ്ഗഡിലും കർണാടകത്തിലും വലിയ വർധനവാണ് രോഗികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ 14,250 കർണാടകത്തിൽ 14,738. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഛത്തീസ്ഗഡ് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളുടെ പോസിറ്റിവിറ്റി നിരക്ക് 25% മുകളിൽ ആണ് എന്നതും സാഹചര്യം അതീവ ഗുരുതരം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തമിഴ്നാട്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ഹരിയാന, ബീഹാർ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട്. അതുകൊണ്ട് ഗോപികൃഷ്ണൻ, ഇന്ന് 10 മണിക്ക് മുമ്പായിട്ടായിരിക്കും മിക്കവാറും ഈ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പുറത്തു വരിക.
അപ്പോൾ 2 ലക്ഷത്തിന് മുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ്, വീണ്ടും എത്തും എന്ന് തന്നെയാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു സംസ്ഥാനത്തും തന്നെ കാര്യമായ കുറവ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്നും 2 ലക്ഷത്തിന് മുകളിലേക്ക് എന്ന് തന്നെയാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും കർശന നിയന്ത്രണങ്ങൾ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് കൂടി ഉറപ്പാക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിയിട്ടുള്ള നിരോധനാജ്ഞ തുടരുകയാണ്. 15 ദിവസത്തെ നിരോധനാജ്ഞയാണ്. തൊട്ടു പിന്നാലെ ഇപ്പോൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ന് രാത്രി മുതലാണ് വാരാന്ത്യ കർഫ്യൂ പ്രാബല്യത്തിൽ വരുന്നത്. ഈ കർഫ്യൂ സമയത്തും അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് തടസ്സമുണ്ടാകാതിരിക്കുക. മറ്റെല്ലാം തന്നെ. അഭിലാഷ്, മറ്റൊരു കാര്യം വാക്സിൻ സംബന്ധിച്ചാണ്. മാസ് വാക്സിനേഷൻ പലയിടത്തും മുടങ്ങുമെന്ന വാർത്ത നമ്മൾ 2 ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2ാം ഡോസ് വാക്സിൻ എടുക്കാൻ വന്നവർക്ക് പലർക്കും വാക്സിൻ കിട്ടിയിട്ടില്ല എന്നുള്ള വിവരവും വന്നിട്ടുണ്ട്. ഈ വാക്സിൻ ഇന്ന് വന്നേക്കും, ഇന്ന് വൈകുന്നേരത്തോടെ കേരളത്തിനടക്കം ലഭിച്ചേക്കും എന്ന ഒരു വാർത്ത വരുമ്പോൾ അവിടെ നിന്ന് അഭിലാഷിന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ തരാൻ കഴിയുമോ? അശ്വതി, കേന്ദ്ര സർക്കാരും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത് വാക്സിന്റെ ഉപയോഗം ക്രോഡീകരിക്കുന്നതിലാണ് സംസ്ഥാനങ്ങൾക്ക് പിഴവുണ്ടാകുന്നത് എന്നാണ്. അതിൽ നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രാലയം കേരളത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കാരണം 0% ആണ് വേസ്റ്റേജ് കേരളത്തിൽ എന്നാണ്. അതായത് നൽകുന്ന വാക്സിൻ വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളത്തെ പെടുത്തിയിട്ടുള്ളത്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളും 10% വരെ വാക്സിൻ ദുരുപയോഗം ചെയ്യുകയും പാഴാക്കി കളയുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായി പോലും ഒരു സംസ്ഥാനങ്ങളോടും വിവേചനമില്ലാതെ വളരെ കൃത്യമായി ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വാക്സിൻ നൽകുന്നത് എന്നും അത് തുടരും എന്നും ആണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഒരു സംസ്ഥാനത്തും വാക്സിൻ ക്ഷാമം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല 2 കോടിയിലേറെ ഡോസുകൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. അതായത് ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി തന്നെ വിതരണം ചെയ്യുന്നതിനാണ് ഈ 2 കോടി വാക്സിനുകൾ ശേഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം നമുക്കറിയാം ഈ കോവാക്സിനും കോവിഷീൽഡും ഒക്കെ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. അതിലടക്കം നിയന്ത്രണങ്ങൾ വരുത്തി രാജ്യത്ത് കൂടുതൽ വാക്സിനുകൾ വിതരണം ചെയ്യണം എന്ന് തന്നെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പല സംസ്ഥാനങ്ങളിലെയും ഈ വിതരണത്തിനുണ്ടാകുന്ന പാളിച്ച, അതായത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത കൗണ്ടുകൾ പല മേഖലകളിലേക്കാണ് പിന്നീട് വാക്സിനേഷൻ സെന്ററുകളിലേക്ക് നൽകുന്നത്. അങ്ങനെ സെന്ററുകളിലേക്ക് എത്തിക്കുന്നതിലും അവിടെ എത്തുന്ന ആളുകളിലുമാണ് ചില വ്യത്യാസം വരുന്നത്. സംസ്ഥാനങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായാണ് വിതരണം നടത്തുന്നത് എങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിന് ക്ഷാമമില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ വി മുരളീധരനോട് നമ്മൾ ഇക്കാര്യം തിരക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹവും വ്യക്തമാക്കിയത് അങ്ങനെ ഒരു ക്ഷാമമില്ല, മറിച്ച് സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധിയുണ്ട്. അതിന് കാരണം അവിടെ ഉണ്ടാകുന്ന വിതരണത്തിലെ പ്രശ്നമാണ് എന്ന് ആണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും ശരി അഭിലാഷ്, വ്യക്തമാണ്. ഡൽഹിയിൽ നിന്നും കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകി. എന്തായാലും വാക്സിൻ എത്തും എന്ന് തന്നെ നമുക്ക് ഉറച്ച് പ്രതീക്ഷിക്കാം. അഭിലാഷും ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപിയുമായിട്ട് CPM രംഗത്തെത്തിയിട്ടുണ്ട്. ജി സുകുമാരൻ നായരെ വിമർശിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ NSS നേതൃത്വം സ്വീകരിച്ച തെറ്റായ നിലപാടുകൾ തിരുത്തിക്കുന്ന സമീപനമായിരിക്കും ആ സമുദായത്തിൽ നിന്നുണ്ടാകുകയെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ പറഞ്ഞു. RSSന്റെ പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ വാലാകാൻ സമുദായ സംഘടനകൾ ശ്രമിക്കുന്നത് NSSുമായി ഏറ്റുമുട്ടാൻ താല്പര്യമില്ല. ഒരു ജാതിമത സംഘടനയുടെയും അനാവശ്യ സമ്മർദ്ദത്തിന് വഴങ്ങാൻ LDF തയ്യാറല്ല എന്നും പറയും. അരുണാണ് ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് ലേഖനത്തിൽ പറയുന്നത്? ഗോപി, വോട്ടെടുപ്പ് സമയത്ത് കൃത്യമായി പറഞ്ഞ വോട്ടെടുപ്പ് ദിവസം പോലും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടുകൾ CPMന് ഇടതുമുന്നണിക്കുണ്ടാക്കിയ തലവേദന ചെറുതല്ല. പരസ്യമായി സർക്കാരിനെതിരെ രംഗത്ത് വന്ന് അതിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം നടത്തുകയായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തത്. അതിനുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ CPM നൽകുന്നത്. ആദ്യഘട്ടം മുതൽ വലിയ എതിർപ്പ് NSന്റെ ഭാഗത്തുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ CPM നേതാക്കൾ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായ മറുപടി പറയാതെ പോവുകയായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് മുഖ്യമന്ത്രി NSS നിലപാടിനെതിരെ രംഗത്ത് വന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം രൂക്ഷ വിമർശനമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിക്കുന്ന A വിജയരാഘവൻ നടത്തുന്നത്. സമുദായ സംഘടനകളുടെ ശത്രുതാപരമായ നിലപാട് ഒരു കാലത്തും CPM സ്വീകരിച്ചിട്ടില്ല. ഏറ്റുമുട്ടുക എന്നത് CPMന്റെ നയവുമല്ല. എന്നാൽ സുകുമാരൻ നായരുടെ പ്രതികരണങ്ങൾ അതിരുവിട്ടതാണ്. അത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമായിരുന്നുവെന്ന്
എ വിജയരാഘവൻ പറയുന്നു. മുന്നാക്ക വിഭാഗങ്ങളിലെ ദരിദ്രർ ഉൾപ്പെടെയുള്ള എല്ലാ സമുദായത്തിലും പെട്ട ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് CPM നിലകൊള്ളുന്നത്. എന്നാൽ RSSന്റെ വർഗീയ അജണ്ട, തീവ്ര നിലപാടുകൾക്കും അവരുടെ സാമ്പത്തിക നയങ്ങൾക്കും എതിരു പറയാതെ അത് എത്രത്തോളം സമുദായങ്ങളെ ബാധിക്കുമെന്ന് നോക്കാതെ CPMനെതിരെ രംഗത്തിറങ്ങുകയാണ് NSS ചെയ്യുന്നത്. വർഗീയ ധ്രുവീകരണവും സാമ്പത്തിക പരിഷ്കരണവും സ്വന്തം സമുദായത്തെ എങ്ങനെ ബാധിക്കുമെന്ന് NSS പോലുള്ള സംഘടനകൾ നോക്കുന്നില്ല. സുകുമാരൻ നായരെ പോലുള്ള നേതാക്കൾ ഇത് മനസ്സിലാക്കണം. വിമോചന സമരകാലത്ത് അന്നത്തെ സർക്കാരിന് രംഗത്ത് വന്ന സംഘടനയാണ് NSS. പക്ഷെ പിന്നീട് അവർ ആ തെറ്റുതിരുത്തി സ്വന്തം സമുദായത്തിനും നാടിനും വേണ്ടി നിലകൊണ്ടു സമദൂരം എന്ന നയം അവർ സ്വീകരിച്ചത് അതിന്റെ ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ വിരുദ്ധ പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ കൂടെ ചേരാൻ NSSന് കഴിയില്ലെന്നാണ് കരുതുന്നത്. നേതാക്കൾ അങ്ങനെ നിലപാടെടുത്താലും അണികൾ അവർക്കൊപ്പം നിൽക്കില്ലെന്ന പ്രതീക്ഷയും വിജയരാഘവൻ പങ്കുവയ്ക്കുന്നു. വോട്ടെണ്ണുമ്പോൾ അക്കാര്യം വ്യക്തമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSS നേതൃത്വം സ്വീകരിച്ച തെറ്റായ നിലപാടുകളാണ് തിരുത്തിക്കാൻ സമുദായം തന്നെ തയ്യാറാകുമെന്നാണ് എ വിജയരാഘവൻ പറയുന്നത്. സാമ്പത്തിക സംവരണം ഉൾപ്പെടെ NSSനും ഉൾപ്പെടുന്ന സമുദായത്തിന് വേണ്ടി CPM സ്വീകരിച്ച നിലപാടുകൾ ഇവിടെ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും സംവരണം പോലുള്ള രക്ഷാവ്യവസ്ഥ കൊണ്ട് മാത്രം ഇത്തരം സമുദായങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയില്ല. NSസുമായി ഏറ്റുമുട്ടാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. NS ഉന്നയിച്ച പരാതികളും പ്രശ്നങ്ങളും ഒക്കെ അനുഭാവപൂർവ്വം CPM പരിഗണിക്കും. എങ്കിലും ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഒരു ജാതിമത സംഘടനയുടെയും അനാവശ്യ സമ്മതത്തിന് LDF സർക്കാർ നേരത്തെ വഴങ്ങിയിട്ടില്ല, ഇനി വഴങ്ങാൻ തയ്യാറാവുകയുമില്ല. അതുതന്നെയാണ് നിലപാട്. സമുദായ സംഘടനകൾ അവരുടെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കണം. പരിധി വിട്ട് പ്രവർത്തിക്കുമ്പോഴേ പ്രശ്നമുണ്ടാകുമെന്ന മുന്നറിയിപ്പും NSSന് CPM സംസ്ഥാന സെക്രട്ടറി നൽകുന്നു. ഏതായാലും NSSനെതിരെ ശക്തമായ നിലപാടാണ് ഈ ഘട്ടത്തിൽ CPM സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല. വലിയ പ്രതിരോധമാണ് NS ജനറൽ സെക്രട്ടറി നിലപാടുകൾ പലപ്പോഴും CPMന് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയത്. കോൺഗ്രസ്സുകാരൻ അദ്ദേഹം മാറുന്നുവെന്ന വിമർശനം MM മണിയെപ്പോൾ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും NSSുമായി ഇനി ഒരു ശത്രുതയ്ക്കും ഏറ്റുമുട്ടലും ഇല്ലെന്ന് പറയുമ്പോൾ പോലും ആ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്യാൻ ഈ പ്രതിപക്ഷത്തിന് അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി NS ജനറൽ സെക്രട്ടറി നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിനെ പരസ്യമായി എതിർക്കാനുള്ള CPMന്റെ തീരുമാനത്തിന്റെ ഭാഗമായി കൂടി വേണം ഈ ലേഖനത്തെ എ വിജയരാഘവന്റെ ഇന്നത്തെ ദേശാമൻ ലേഖനത്തെ കാണാൻ. വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജി MLA ഇന്ന് ചോദ്യം ചെയ്യും. ഷാജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത പണവും രേഖകളും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. KM ഷാജി MLAയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഷാജിയുടെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 1/2 കോടി രൂപയും കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് ശേഖരിച്ച 72 രേഖകളും കോടതിക്ക് കൈമാറിയത്. 1/2 കോടി രൂപയ്ക്ക് രേഖകൾ ഹാജരാക്കാൻ ഷാജിയുടെ ആവശ്യപ്രകാരം വിജിലൻസ് സാവകാശം നൽകിയെങ്കിലും ഇതുവരെയും ഹാജരാക്കിയില്ല. കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് പിടികൂടിയ 72 രേഖകൾ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടതാണ്. ഈ രേഖകൾ കൂടുതൽ അന്വേഷണങ്ങൾക്കും പരിശോധനകൾക്കുമായി വിജിലൻസ് തിരിച്ചുവാങ്ങും. KM ഷാജിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. വിജിലൻസിന്റെ കോഴിക്കോട്ടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുക. രാവിലെ 10-ന് പൊറ്റമ്മലുള്ള വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ രേഖകൾ നൽകിയാലും ഇത്രയും തുക കൈവശം വെച്ചതും ഭൂമി ഇടപാടിന്റെ രേഖകളും KM ഷാജിക്ക് കുരുക്കാവുമെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. +2 കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് KM ഷാജിയെയും ഭാര്യ ആഷയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തെങ്കിലും കേസെടുക്കാൻ തക്കതായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഒഴിവാക്കുകയായിരുന്നു. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മറ്റൊരു വാർത്ത, ED ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ക്രൈംബ്രാഞ്ചിന്റെ FIR റദ്ദാക്കണമെന്നും നിഷ്പക്ഷ അന്വേഷണത്തിനായി കേസ് CBIക്ക് കൈമാറണമെന്നുമാണ് ഹർജികളിലെ ആവശ്യം. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്നാരോപിച്ചാണ് EDക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. സ്വപ്ന സുരേഷിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യ കേസ്. പിന്നീട് സന്ദീപ് നായരുടെ മൊഴി പ്രകാരവും ED ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും. രാവിലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വൈകിട്ട് ഇടതുമുന്നണി യോഗവും ചേരും. ജയസാധ്യതയുള്ള 2 സീറ്റുകളിലും CPM മത്സരിക്കും. KK രാഗേഷ്, ചെറിയാൻ ഫിലിപ്പ്, V ശിവദാസൻ, വിജു കൃഷ്ണൻ, തോമസ് ഐസക് എന്നിവരുടെ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. 3 ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDFന് ജയിക്കാൻ കഴിയുന്ന സീറ്റിൽ അബ്ദുൽ വഹാബിനെ വീണ്ടും മത്സരിപ്പിക്കാൻ ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. നടക്കും. പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിലാണ് സംസ്കാരം. സ്ഥലത്ത് സംഘർഷ സാധ്യത ഉള്ളതിനാൽ വലിയ പോലീസ് സന്നാഹം ഉണ്ട്. അതേസമയം മുഖ്യപ്രതി സജയ് ദത്ത് ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയായാണ് അഭിമന്യുവിന്റെ മൃതദേഹം പടയണിവട്ടത്തെ വീട്ടിലേക്ക് എത്തിക്കുക.
തുടർന്ന് CPM വള്ളികുന്നം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടെയാണ് സംസ്കാരം. നിരന്തരം സംഘർഷം നടക്കുന്ന പ്രദേശമായതിനാൽ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് പുറമെ കായംകുളം ഡിവൈഎസ്പിക്കും DCRB ഡിവൈഎസ്പിക്കുമാണ് ക്രമസമാധാന ചുമതല. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി 300 പോലീസുകാരെയാണ് വിവിധയിടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. സംഭവത്തിലെ മുഖ്യപ്രതിയും RSS പ്രവർത്തകനുമായ സജയ് ദത്ത് ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 2 തവണ സജയ് ദത്തിന്റെ നേതൃത്വത്തിൽ RSS BJP പ്രവർത്തകർ വീട് ആക്രമിച്ചിട്ടുണ്ടെന്ന് അഭിമന്യുവിന്റെ അച്ഛൻ അമ്പിളികുമാർ പറഞ്ഞു. കാറിന്റെ ബാഗിലെ ഗ്ലാസ് ചിതാഭസ്മം കൊണ്ടുപോയി. അത് കഴിഞ്ഞു. ഇതേ ക്രിമിനൽ സംഘം തന്നെയാണ്. ഇത്രയും പേരുണ്ടോന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയാണോ അല്ലെ വീടാക്രമിച്ച കേസിലെ പ്രതിയുണ്ട്. സംഭവം RSSന്റെ ആസൂത്രിത കൊലപാതകമാണെന്നാണ് CPM ആരോപിക്കുന്നത്. അതേസമയം മരണത്തിൽ പങ്കില്ലെന്ന് BJP RSS നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നു. അഭിമന്യുവിനൊപ്പം കുത്തേറ്റ മറ്റൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. News 18 ആലപ്പുഴ. കൊല്ലം പൂയപ്പള്ളി ഏഴാംകുറ്റിക്ക് സമീപം റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വെളിയം നെടുമൺകാവ് നല്ലില സ്വദേശി നൌഫലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിൽ നിന്ന് വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് അനുമാനം. ഏറെ നേരമായി വാഹനം ഓണാക്കി നിർത്തിയിട്ടിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. കാർ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. കളമശ്ശേരി മുട്ടാർപ്പുഴയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും. ഇതിനു മുന്നോടിയായി കേസിന്റെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു. ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ പരിശോധന തുടരുകയാണ്. മുട്ടാർപ്പുഴയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി 1 മാസമാകാറായിട്ടും പിതാവ് സനു മോഹനെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള നീക്കം. കേസന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിയ ശേഷമാണ് ഇത്തരമൊരാലോചന. ഇതിനു മുന്നോടിയായി കേസിന്റെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു. സനുമോഹന്റെ കാർ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോകുന്ന CCTV ദൃശ്യമാണ് നിലവിൽ പോലീസിന്റെ കയ്യിലെ നിർണായക തെളിവ്. സനുമോഹൻ ജീവിച്ചിരിപ്പുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് കേസന്വേഷണം നടക്കുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് കേസന്വേഷിക്കുന്ന പോലീസ് സംഘം സനുമോഹന്റെ പല സുഹൃത്തുക്കളിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസന്വേഷണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ആലോചന. അതേസമയം സനുമോഹന് വൻ സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കങ്ങരപ്പടിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയും തുടരുകയാണ്. സനുമോഹൻ രാജ്യം വിട്ടുപോകാതിരിക്കാൻ വിമാനത്താവളങ്ങളിലടക്കം പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയുടെ ഫോറൻസിക് റിപ്പോർട്ടും മരിച്ച പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലവും ഇന്ന് അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കും. ന്യൂസ് 18 കൊച്ചി. ഗോപി, നമ്മളിനി പൂരം വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ഇത്തവണ നിയന്ത്രണങ്ങളോടെ പൂരം. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പൂരം കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് നടത്താനാണ് തീരുമാനം. പൂരം കാണുന്നതിനായി പാസ് ലഭിക്കാൻ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ ഈ മാസം 20 മുതൽ പൊതുജനങ്ങൾക്ക് അപേക്ഷിക്കാം. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും മറ്റ് 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറുന്നതോടെ തൃശൂർ പൂരം ചടങ്ങുകൾക്ക് ആരംഭമാകും. ലാലൂർ കാർത്തിയായനി ക്ഷേത്രത്തിൽ ദേശക്കാർ ആദ്യ കൊടിക്കൂറ നാട്ടും. 11:30 തിരുവമ്പാടിയിലും 12-ന് പാറമേക്കാവിലും കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും. ഭൂമി പൂജയ്ക്ക് ശേഷമാണ് കൊടിമരം നാട്ടുക. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ ദേശക്കാരിൽ നിന്ന് ഇത്തവണ പൂരപ്പറ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. പൂരം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പാസ് ലഭിക്കാൻ കോവിഡ് ജാഗ്രതാ പോർട്ടലിലൂടെ അപേക്ഷിക്കാം. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വാക്സിൻ സ്വീകരിച്ചതാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ കൈവശമുള്ളവർക്ക് ഈ മാസം 20 മുതലാണ് അപേക്ഷിക്കാൻ സാധിക്കുക. കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനായിട്ട് ഒന്നുകിൽ വാക്സിനേഷൻ കിട്ടിയവരാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് റിപ്പോർട്ടുള്ളവരാണെങ്കിൽ അവരെ പങ്കെടുപ്പിക്കാം. കൂടുതൽ ആളുകളെ അത്തരം പാസ് സിസ്റ്റം ഏർപ്പെടുത്താനായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. 22-ന് രാത്രിയോടെ സ്വരാജ് റൗണ്ട് പൂർണ്ണമായും അടയ്ക്കും. റൗണ്ട് പൂർണ്ണമായും ഒഴിപ്പിക്കും. പാസില്ലാത്തവരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കില്ല. പൂരനാളിൽ 47 ഇടങ്ങളിലാണ് പരിശോധന നടക്കുക. 2 തവണ പരിശോധിച്ച ശേഷമേ കാണികളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. പാപ്പാന്മാർ, ദേവസ്വം ജീവനക്കാർ എന്നിവരെ 2 ദിവസം മുമ്പ് പരിശോധിച്ച് കോവിഡ് ഇല്ലെന്ന് ഉറപ്പുവരുത്തും. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. പൂരത്തിലെ കുടമാറ്റത്തിനുള്ള പുത്തുകുടകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്.
പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് വർണ്ണക്കുടകൾ തീർക്കുന്ന വിസ്മയം. ഇലഞ്ഞിത്തറയിലെ പെരുവനത്തിന്റെ മേളപ്പെരുക്കം കഴിഞ്ഞാൽ പിന്നെ ജനസഞ്ചയം കാക്കുക ആ മനോഹാരിത കാണാനാണ്. തെക്കോട്ടിറക്കം കഴിഞ്ഞ് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും കൊമ്പന്മാർ സ്വരാജ് റൗണ്ടിലും തെക്കേ ഗോപുരനടയിലും മുഖാമുഖം അണിനിരക്കും. തുടർന്നാണ് കുടമാറ്റം. പുതുമകളും കൗതുകങ്ങളും ഒളിപ്പിച്ച് പല നിറത്തിലും തരത്തിലുമുള്ള കുടകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇക്കുറി കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് കുടമാറ്റം അടക്കമുള്ള ചടങ്ങുകൾ. ഈ ഒരു ഉറപ്പില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ കോവിഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ. എൻ്റെ പേരിൽ ഇപ്പോഴും ഇത് പൂരം നടക്കുമോ നടക്കില്ല എന്നുള്ളൊരു ശങ്കയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. സാധാരണ 65 സെറ്റ് കുടകളാണ് ഇരു ദേവസ്വങ്ങളും തയ്യാറാക്കുന്നത്. വർണ്ണക്കുടകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുമെങ്കിലും തേക്കിൻകാടെത്തുന്ന പൂരപ്രേമികൾക്ക് ഇത്തവണയും മനസ്സ് നിറഞ്ഞു തന്നെ മടങ്ങാനാകും. എല്ലാ തവണത്തെയും പോലെ ഒരു വിസ്മയ കാഴ്ച ഇത്തവണ ഒരുക്കേണ്ടെന്നാണ് കുടമാറ്റത്തിന്റെ കാര്യത്തിൽ അധികൃതരുടെ തീരുമാനം. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. തൃശൂർ പൂരത്തിന് നാദപ്രപഞ്ചം തീർക്കാൻ 100 വർഷം പഴക്കമുള്ള തിമിലയുമായി പരക്കാട്ട് തങ്കപ്പമാരാർ ഇക്കുറിയും എത്തും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പഞ്ചവാദ്യ പ്രമാണിയാണ് തങ്കപ്പമാരാർ. സംഗീത നാടക അക്കാദമി ഇത്തവണ അദ്ദേഹത്തെ ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. പാരമ്പര്യമുള്ള തിമിലയിൽ 60 പിന്നിട്ട തങ്കപ്പമാരാർ താളമിടുമ്പോൾ കൊട്ടിന് ഇന്നും 30ന്റെ ചെറുപ്പം. തിമിലയിൽ കാലം താഴ്ത്തി പഞ്ചവാദ്യം തുടങ്ങുന്ന പ്രമാണികളിൽ ഒരാളാണ് തങ്കപ്പമാരാർ. പഞ്ചവാദ്യ തിലകം നാണുമാരാർക്ക് ഇളയ മകനെ സർക്കാർ ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ കൊട്ടിനോടുള്ള മോഹം മൂത്ത് അച്ഛന്റെ കൂടെ ഇറങ്ങിയതാണ് തങ്കപ്പമാരാർ. ഇത് കൊണ്ട് നടന്ന് നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ഉണ്ടാക്കാനോ അതുകൊണ്ട് നടന്ന് ജീവിക്കാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഏട്ടന്മാരെയൊക്കെ പഠിപ്പിച്ച് ജോലിക്ക് പറഞ്ഞയക്കുകയും ചെയ്തത്. ഗുരുവായിരുന്ന അന്നമനടാച്യുതമാരാർക്ക് പ്രിയ ശിഷ്യനോടുള്ള സ്നേഹമാണ് തോളിലെ തിമില. തൃശൂർ പൂരം ഉൾപ്പെടെ എല്ലാ പ്രധാന ഉത്സവങ്ങൾക്കും തങ്കപ്പമാരാർ ഉപയോഗിക്കുക ഈ തിമിലയാണ്. അങ്ങോരെന്നെ അങ്ങനെ ഒരു വത്സല്യ ശിഷ്യൻ പഠിപ്പിച്ചിട്ടല്ല, അങ്ങ് ശിഷ്യനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ അങ്ങോരുടെ അവസാന കാലം വന്നപ്പോൾ ഇതിനൊരു അനന്തരാവകാശി അദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയി. മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ആരും ഇത് പഠിക്കാൻ 1-2 ആൾക്കാർ താല്പര്യം കാണിച്ചു. അവരത് പഠിച്ചു വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരത് വേണ്ടാന്ന് വെച്ചു. കുറച്ച് സ്ട്രെയിനാണതിന്. അങ്ങനെ അങ്ങോര് അവസാന കാലഘട്ടത്തിൽ 84ാമത്തെ വയസ്സിൽ അദ്ദേഹം 85ാമത്തെ വയസ്സിലാണ് മരിക്കണേ. അങ്ങനെ അവസാന കാലത്ത് നിനക്ക് ഞാൻ തന്നിരിക്കണമെന്ന് ശൂരപത്മാവ് എന്ന് പറഞ്ഞൊരു അസുരനുണ്ടായിരുന്നു. ശിവതാണ്ഡവ സമയത്ത് ഈ ശൂരപത്മാവ് എന്ന് പറയുന്ന ആൾ താണ്ഡവത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് വാദ്യമില്ലാണ്ടായി. അപ്പോൾ ഭഗവാനോട് ചോദിക്കുക, കടുംതുടി തരാൻ പറയുക. അപ്പോൾ ഇതാർക്കും കൊടുക്കാൻ പറ്റില്ല, നിലം തൊടിയിക്കാൻ പാടില്ല. അങ്ങനെയാണ് ആ ശൂരപത്മാവിന് വേറൊരു യന്ത്രം ഉണ്ടാക്കി കൊണ്ടുവന്ന് ശബ്ദം കേൾക്കാണ്ട് വന്നപ്പോൾ അദ്ദേഹം പരമശിവൻ ചെറുവിരൽ കൊണ്ടൊരു തുളച്ചു. അപ്പം ശുദ്ധമായ തോങ്കാരം അതിൽ നിന്ന് വന്നു. അങ്ങനെ ആ വാദ്യം കൊണ്ട് അതിൽ പങ്കെടുത്തു എന്നാണ് പറയണേ. ആ അനുഭവം പോലെയാണ് അന്നമനട ആശാനെ എനിക്ക് ഈ തിമില തന്നത് ഞാൻ കാണുന്നത്. 46 വർഷമായി തൃശൂർ പൂരത്തിന് പതിവായി എത്താറുണ്ട്. ആദ്യം തിരുവമ്പാടിക്കൊപ്പമായിരുന്നു എങ്കിൽ ഇപ്പോൾ പാറമേക്കാവ് പഞ്ചവാദ്യത്തിന്റെ മേളപ്രമാണിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഉത്സവങ്ങൾക്ക് മേളപ്രമാണിയായിട്ടുണ്ട് തങ്കപ്പമാരാർ. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.
ഗോപി ഇപ്പൊ ഇത്തവണ പൂരം കാണാൻ പോകുന്നില്ല. ഗോപി എല്ലാ തവണത്തെ അവിടുത്തെ സജീവ സാന്നിധ്യമാണ്. കമന്റ് പറയാനാണെങ്കിലും അല്ലേ, ഇത്തവണ ബുദ്ധിമുട്ടായിരിക്കും. ഈ പൂരത്തിന്റെ കാര്യം പറയുമ്പോൾ കോവിഡ് മാറ്റിയൊരു കാര്യം നമ്മൾ പറയില്ല, ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത് മാറും ഇനിയിപ്പോ, കൊറോണ അതും മാറ്റുവാണ്. പൂരത്തിനുള്ള ഉണ്ടായില്ലേ ഇപ്രാവശ്യം. പിന്നെ ഈ പൂരം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വലിയ കച്ചവട സാധ്യതയൊക്കെയാണ് ആ ഭാഗത്തെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ. അതും കഴിഞ്ഞ പ്രാവശ്യം പോയി. അപ്പൊ ഇപ്രാവശ്യം അവിടുത്തെ കടകൾക്കും ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കലാകാരന്മാർക്കൊക്കെ അതുകൊണ്ട് എല്ലാം നിയന്ത്രിച്ച് നടത്തുക അല്ലേ, ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും നമുക്കും പറയാനില്ല. നമുക്ക് വേറെ നിവൃത്തിയില്ല. എന്തായാലും ഒരു ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. അത് പറ്റില്ലല്ലോ, ഇതും പറ്റൂലല്ലോ, അപ്പൊ പോവാനും പറ്റില്ലല്ലോ. ന്യൂസ് 18 നെറ്റ്വർക്ക്. ദിലീപ് ഘോഷിനെ പ്രചാരണം നടത്തുന്നതിൽ നിന്ന് 24 മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. 294 അംഗ ബംഗാൾ നിയമസഭയിൽ ആദ്യ 4 ഘട്ടങ്ങളിലായി 135 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് പൂർത്തിയായത്. 5ാം ഘട്ടത്തിൽ 45 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കും. 352 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമായ മണ്ഡലങ്ങളാണ് നാളെ ബൂത്തിലേക്ക് എത്തുന്നത്. കോൺഗ്രസും ഇടതുപക്ഷവും നേതൃത്വം നൽകുന്ന സംയുക്ത മോർച്ചയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളും ഇതിൽപ്പെടും. സംസ്ഥാന മന്ത്രി പ്രത്യാ ബസു, BJP നേതാവ് സമീക് ഭട്ടാചാര്യ, CPIM നേതാവ് അശോക് ഭട്ടാചാര്യ എന്നിവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ആദ്യ 4 ഘട്ടങ്ങളിലും വ്യാപക അക്രമ സംഭവങ്ങൾ ഉണ്ടായതിനാൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. 838 കമ്പനി കേന്ദ്രസേനയെയാണ് സുരക്ഷയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടെ BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷിനെ പ്രചാരണം നടത്തുന്നതിൽ നിന്ന് 24 മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. പ്രകോപനപരമായ പരാമർശം നടത്തിയതാണ് വിലക്കിന് കാരണം. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. പരാജയ ഭീതി ഉണ്ടാവാം അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ പ്രകാശ് 8000 വോട്ടെങ്കിലും ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നിൽ നിന്ന് കഠാര ഇറക്കി കീഴ്പ്പെടുത്തിയെന്ന് തുടങ്ങുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിലമ്പൂരിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. എഴുതിയത് ആർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നും നേതൃത്വത്തെ കുറ്റപ്പെടുത്താനില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. DCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും ഇത്ര വേഗത്തിൽ നീക്കുമെന്ന് കരുതിയില്ല എന്ന് തുറന്നു പറഞ്ഞ ഷൗക്കത്ത് നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കരുതുന്നതായും വ്യക്തമാക്കി. ഇലക്ഷൻ വരെ ഇങ്ങനെ ഉണ്ടാവും, അത് കഴിഞ്ഞ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് എൻ്റെ അവസ്ഥ. VV പ്രകാശ് ഇവിടെ ജയിക്കും, യാതൊരു സംശയവുമില്ല. VV പ്രകാശ് എൻ്റെ കണക്കനുസരിച്ച് ഒരു 8000 വോട്ടിനെങ്കിലും VV പ്രകാശ് ഇവിടെ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. 2016 തന്റെ തോൽവി അബദ്ധമായിരുന്നില്ല എന്നായിരുന്നു പിന്നിൽ നിന്ന് കുത്തിയതിനെപ്പറ്റി ഷൗക്കത്തിന്റെ മറുപടി. PV അൻവർ നടത്തുന്ന പ്രസ്താവനകൾക്ക് മറുപടി ഇങ്ങനെ: അദ്ദേഹത്തിന് ആവശ്യത്തിന് വ്യാഖ്യാനിക്കുക എന്ന് മാത്രമേ ആ രൂപത്തിലേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. BJP കോൺഗ്രസ് കൂട്ടുകെട്ട് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ PV അൻവർ മണ്ഡലത്തിൽ ജയം ഉറപ്പാണെന്നും ആവർത്തിച്ചു. എല്ലാ വർഗീയ സംഘടനകൾ, സാമുദായിക സംഘടനകൾ ഇവരൊക്കെ ആയിട്ട് അണ്ടർഗ്രൗണ്ട് ടൈപ്പ് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഒരേപോലെ അവരുദ്ദേശിക്കുന്നത് പോലെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാനൊരു 5000 വോട്ടിന് എനിക്ക് ജയിക്കാൻ സാധിക്കും. അതല്ല, അതിലൊക്കെ വിള്ളലുണ്ടാവുകയും ജനാധിപത്യ മതേതര ചേരി ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 25,000-ഓളം വോട്ടിന് ഞാൻ ജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വിവാദങ്ങളോട് ഇതുവരെ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ VV പ്രകാശ് പ്രതികരിച്ചിട്ടില്ല. നിലമ്പൂരിൽ നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് സസ്പെൻഷൻ ലഭിച്ച ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറേറ്റിലെത്തി പ്രതിഷേധിച്ചു. നടപടി നേരിട്ടവരിൽ ഭൂരിപക്ഷം പേർക്കും ഹാജരാകാത്തതിന് മതിയായ കാരണങ്ങളുണ്ടെന്നാണ് സർവീസ് സംഘടനാ ഭാരവാഹികളുടെ വിശദീകരണം. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി സ്വീകരിച്ചതെന്നും അപാകതയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ജില്ലാ കളക്ടർ K. ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ജില്ലാ ഭരണകൂടത്തിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് സർവീസ് സംഘടനകളുടെ ആരോപണം. കോവിഡ് പോസിറ്റീവ് ആയവരും മറ്റു ഡ്യൂട്ടികൾക്ക് നിശ്ചയിക്കപ്പെട്ടവരും ഗുരുതര രോഗബാധിതരുമാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഹാജരാവാത്തവരിൽ 90% ഉദ്യോഗസ്ഥർ പറയുന്നു. മതിയായ വിശദീകരണം തേടാതെയാണ് 26 പേരെ സസ്പെൻഡ് ചെയ്തതെന്നും ഇവർ ആരോപിക്കുന്നു. മതിയായ വിശദീകരണം തേടാതെ
ഈ ഒരു നടപടിക്ക് തുനിഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആധാരമായിട്ടുള്ളത്. അത് തിരുത്തപ്പെടണം എന്നാണ് സർവീസ് സംഘടനകൾ മുഴുവൻ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. ജില്ലാ ഭരണകൂടത്തിന് സംഭവിച്ച വീഴ്ച കളക്ടറെ ബോധ്യപ്പെടുത്തി പരിശോധിച്ച് നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതായും സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ഇതിൽ വീഴ്ചയുണ്ട് എന്നുള്ളത് കലക്ടറെ ബോധ്യപ്പെടുത്തിയപ്പോൾ കലക്ടർ ഇത് പരിശോധിച്ച് ഈ ഉത്തരവ് പിൻവലിക്കാമെന്നുള്ളതാണ് മുഴുവൻ സർവീസ് സംഘടനകളെയും അറിയിച്ചിട്ടുള്ളത്. ഇതിൽ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കലക്ടർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പരമാവധി ആളുകളെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ട സാഹചര്യമായിരുന്നുവെന്ന് കളക്ടർ വിശദീകരിച്ചു. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തും. അസോസിയേഷൻ മെമ്പേഴ്സ് വന്ന് കണ്ടു. അവരോട് ഇഷ്യൂഷൻ പറഞ്ഞു 2-3 കേസസ് ഇങ്ങനെ തെറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒബ്വിയസ്ലി അത് എന്തെന്ന് നോക്കിയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. സസ്പെൻഷൻ നടപടി നേരിട്ടവരിൽ കൂടുതലും അധ്യാപകരാണ്. ന്യൂസ് 18 മലപ്പുറം. ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന യൂസഫ് അലി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അബുദാബി ആശുപത്രിയിൽ വെച്ച് നട്ടലിലായിരുന്നു ശസ്ത്രക്രിയ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ എത്തിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം ആരോഗ്യവാനാണ്. ഒരു ചെറിയ ഗായികയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് പുല്ലൂരാംപാറ സ്വദേശിയായ നിയ ചാർലി. ഇൻഫന്റ് ജീസസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിയ ഇതിനകം 2 സിനിമകളിൽ പാടിക്കഴിഞ്ഞു. കാരശ്ശേരി സഹകരണ ബാങ്ക് സന്ദർശനത്തിനിടെയാണ് നിയ ചാർലി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ കണ്ടത്. തിരുവാമ്പാടി ഇൻഫന്റ് ജീസസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിയ 2 സിനിമകളിൽ പിന്നണി പാടിയിട്ടുണ്ട്. ലോനപ്പന്റെ മാമോദിസ, പ്രീസ്റ്റ് എന്നീ ചിത്രങ്ങളിലാണ് നിയ പാടിയത്. കൈതപ്രത്തിന്റെ മുന്നിൽ പാട്ടുകൾ പാടാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് നിയ ചാർലി. രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ നൽകുകയും ചെയ്ത കൈതപ്രത്തെ നേരിൽ കാണാനായത് വലിയ അനുഭവമാണെന്ന് നിയ പറയുന്നു. പത്മശ്രീ കൈതപ്രം സാറിനെ കാണാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് സാറിനെ കാണാൻ പറ്റിയതിൽ. പിന്നെ ഒരു കലാകാരി എന്ന നിലയിൽ ഇത്രയും വലിയ സാറിനെയൊക്കെ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം, എന്നെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമായിരുന്നു. ന്യൂസ് 18 മുക്കം. ഇനി ഒരു ഇടവേള കഴിഞ്ഞ ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. ഈ പരിപാടി